ഹൈ സദ്യ അങ്ങോട്ട് പോരട്ടെ. ഓണക്കാലമൊക്കെ അല്ലേ, കൂടാതെ കല്യാണത്തിൻ്റെ സീസൺ കൂടിയല്ലേ. നിങ്ങളിപ്പോൾ ചിന്തിക്കും ഞാൻ കല്യാണ സദ്യ കഴിക്കായിരിക്കും അല്ലേ. എങ്കിലല്ലേ അല്ല, 2 കുട്ടികളായപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരു അമ്മയാണ് ഞാൻ, കൂടാതെ പ്രവാസിയുടെ ഭാര്യയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് എന്തോണം കല്യാണം. അപ്പോൾ പറഞ്ഞു വന്നത് സദ്യ. ഇതെൻ്റെ മോൻ്റെ അംഗൻവാടിയിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സദ്യവട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിന് ഒത്തുകൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ വർഷത്തെ ഓണക്കാലത്തെ ആദ്യത്തെ സദ്യ നമ്മുടെ അംഗൻവാടിയിലെ സദ്യയാണ്. സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഓരോ പേരൻസും, അതായത് എത്ര മക്കളുണ്ടോ ആ കുട്ടികളുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ഓരോ കറികൾ കൊണ്ടുവരിക. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇഞ്ചിക്കറിയായിരുന്നു. അപ്പോൾ അതെല്ലാം പോട്ടെ, എല്ലാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്ന് നമ്മുടെ കല നശിച്ചു പോകണ്ടെന്ന് കരുതി കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വഴിയെ ഇടാം കേട്ടോ. ഇതിനകത്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി ഇട്ടേക്കാന്നേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നത്, ഇത് എൻ്റെ ഇളയ മകൻ, എല്ലാവർക്കും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടു പരിചയം കാണും. ഇതെൻ്റെ മൂത്ത മോൻ. അവൻ എന്തൊക്കെയോ പാടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ പറയുന്നതൊന്നും പുറത്ത് വരുന്നില്ല. അപ്പോൾ അവൻ്റെ കളിയും ചിരിയും അവിടെ നിറച്ച് കുട്ടികളായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ആ കളിയും ചിരി ഇന്നത്തെ ആ ഒരു ദിവസം തന്നെ പോയത് അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം. സോറി, ഞാൻ ആദ്യം വന്നപ്പോൾ തൊട്ടേ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള വീഡിയോസുകളാണ് ഈ എടുത്തിട്ടേക്കുന്നത്. ആദ്യം തൊട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കാരണം ഞാൻ ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവൻ്റെ കാര്യമൊക്കെ നോക്കി, നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുക. പിന്നെ അമ്മയുള്ളത് കൊണ്ട് മോനെ കൊണ്ടുവരികയും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മോൻ, അവൻ എത്ര ചവിട്ടിയിട്ടും ബലൂണൊന്നും പൊട്ടുന്നില്ല. അവൻ്റെ ബലൂൺ വേറുള്ള കുട്ടികളൊക്കെ ചവിട്ടി പൊട്ടിച്ചതേ ഉള്ളൂ. അവൻ നിന്ന് കൊടുക്കും. ഈ വീഡിയോസ് ഈ സ്പീഡ് ഇട്ടേക്കുന്നത് എന്താണെന്നറിയോ, അതിൽ കുറേ ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരുപാട് മിനിറ്റ്സ് ആകുമ്പോഴും നമുക്ക് റീൽസിൽ അത് അനുവദിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്പീഡ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. പിന്നീട് വേറൊരു വീഡിയോസിൽ ഞാനിതെല്ലാം കൂടെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അംഗൻവാടിയിലെ, സത്യം പറഞ്ഞാൽ അംഗൻവാടിയിലെ ഒരു ഓണാഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ കിട്ടിയത് ഇപ്പോഴാണ് അവനുള്ള ഒരു അവസരം കിട്ടുന്നത്. കാരണം നമുക്ക് മക്കളുണ്ടായി അവർ പ്രീ സ്കൂളിലൊക്കെ വിട്ട് അവിടുത്തെ ആ ഒരു പ്രോഗ്രാംസിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലത്തിലുള്ള ആ ഒരു ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് എനിക്ക് ആ ഒരു ചിന്തയില്ലായിരുന്നു. കാരണം നല്ല ഒരു വീട്ടമ്മയായി ഞാനങ്ങ് ഒതുങ്ങിപ്പോയായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികളോടൊപ്പം തന്നെ നമ്മൾ പേരൻസ് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷേ എന്ത് വെച്ച് ചെയ്യാൻ, ഇളയ ആളുള്ളത് കൊണ്ട് നേരത്തെ തന്നെ വീട് പിടിക്കേണ്ടി വന്നു. മോൻ അവിടെ തന്നെ നിന്ന് ചെയ്തു അമ്മയോടൊപ്പം. അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി വരുന്നതെന്ന് വെച്ചാൽ സദ്യ കഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഈ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഫുഡ് കഴിക്കുന്നതാണ്, സദ്യ വിളമ്പുന്ന അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് മോൻ സദ്യ കഴിക്കുന്നതൊക്കെ ഞാൻ ലാസ്റ്റാണ് ഇട്ടിരുന്നത് കേട്ടോ. പിന്നീട് എന്താണ് ഓരോരോ മത്സരങ്ങൾ കാണില്ലേ. അപ്പം ലാസ്റ്റത്തെ വീഡിയോയിൽ മോൻ ഫുഡ് കഴിക്കുന്നതാണ്. അവൻ നേരെ ഇരിക്കാൻ പറഞ്ഞാൽ നേരെ ഇരിക്കില്ല. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇതിപ്പം ഞാൻ ചെന്നതിന് ശേഷം എടുത്ത വീഡിയോസുകളാണ്. വേറെയുള്ള വീഡിയോസൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.